പാർട്ടി സെക്രട്ടറിയായി താങ്കൾ തുടരുന്നിടത്തോളം കാലം കണ്ണൂരിൽ പരാജയം തുടരും. കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനെതിരെ വന്ന ഒരു കമൻ്റാണ്. കണ്ണൂരിൽ അന്തരിച്ച ഒരു മുതിർന്ന CPM നേതാവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കമൻറ്റിന് അടിയിൽ ഇതുപോലെ ഓരോ വിദ്വേഷം നിലർന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വിമർശിച്ചിട്ടുള്ള ഒരു കമൻ്റാണ്. എന്തുകൊണ്ടായിരിക്കും ഈ KK രാഗേഷിനെതിരെ ഇത്രയേറെ ഒരു വിമർശനങ്ങൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ വിമർശനം ഏൽക്കേണ്ടി വരുന്ന കാരണം? സംഭവം കാര്യം CPM തന്നെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാത്തതിൻ്റെ അനന്തരഫലമാണ് കണ്ണൂരിലെ വലിയ തോൽവി. നമ്മൾ നോക്കിയാൽ മതി, പയ്യന്നൂർ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളപ്പോഴെല്ലാം CPM സ്ഥാനാർത്ഥി ജയിച്ചൊരു മണ്ഡലം. അതുപോലെ തന്നെ തളിപ്പറമ്പ്, നമ്മൾ കണ്ണൂരിലെ കാര്യം മാത്രം എടുത്തെന്ന് പരിശോധിച്ചാൽ ഈ രണ്ട് മണ്ഡലങ്ങളും CPM ഒരു സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചാൽ മാത്രം മതി വിജയിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം CPM എന്നാൽ ആ ആത്മവിശ്വാസം തകർന്നപ്പോൾ അവിടെ ജയിച്ചതാരാണ്? CPM അകത്തെ മോശം പ്രവണതകൾ അല്ലെങ്കിൽ ഓരോ നേതാക്കളുടെയും മോശം രീതികൾ, അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ, അവരുടെ നടക്കുന്ന സ്വജനപക്ഷപാതങ്ങൾ, ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ച് വർഷങ്ങളായി CPM നിന്ന് പ്രവർത്തിച്ചവർ പുറത്തു വന്ന് വിമതരായി മത്സരിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യം, അത് മികച്ച ഭൂരിപക്ഷത്തിൽ. അപ്പോൾ അവിടെ ആർക്കാണ് വീഴ്ച വന്നത്? പാർട്ടിയുടെ വീഴ്ചയാണ് അവിടെ വ്യക്തമാവുന്നത്. പാർട്ടിയുടെ എന്ന് പറയുമ്പോൾ ആ ജില്ലയിൽ CPM നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട KK രാഗേഷ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയുടെ വീഴ്ചകളാണ്. അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്കകത്തുള്ള CPM പ്രവർത്തകരുടെയും അണികളുടെയും ആവശ്യം സംസ്ഥാന നേതൃത്വത്തിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിടത്താണ് ഈ വിമർശനം ഉണ്ടാകുന്നത്. പയ്യന്നൂരിലെ വിഷയം നോക്കൂ. പയ്യന്നൂരിൽ ധൻരാജ് എന്ന് പറയുന്ന CPMകാരെല്ലാം ഏറെ വൈകാരികമായി കാണുന്ന ഒരു രക്തസാക്ഷിത്വമാണ് ധൻരാജിന്റെ. ആ ധൻരാജിന്റെ രക്തസാക്ഷിത്വ ഫണ്ടിൽ തട്ടിപ്പ് നടത്തി, ഒരു കോടികളുടെ തട്ടിപ്പ് നടത്തി എന്ന ഒരു ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. അന്ന് CPM എന്താ ചെയ്തത്? ആ ആരോപണത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെ അപമാനിച്ചും മോശക്കാരനായി ചിത്രീകരിക്കാനാണ് നോക്കി. അല്ലാതെ അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ, അവിടുത്തെ MLA അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് CPM പരിശോധിച്ചില്ല. ഒരു അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല. ഒരു അന്വേഷണം നടത്തിയില്ല. പകരം ധാർഷ്ട്യത്തോട് പറഞ്ഞത് ഞങ്ങളുടെ രക്തസാക്ഷി ഫണ്ട് കണക്ക് പുറത്തു പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെ നോക്കിയോളാന്ന്. അവിടെ ജനങ്ങൾക്കത് CPM നേതൃത്വത്തിന്റെ ആ നിലപാടിൽ അവിടുത്തെ MLAയിൽ സംശയമുണ്ടായിരുന്നു, CPMമാർക്ക് സംശയമുണ്ടായിരുന്നു. CPMമാർ പലരും വിശ്വസിക്കുന്ന ഈ രക്തസാക്ഷി തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ്. ആ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും അത് പറഞ്ഞ ആളിനെ മോശക്കാരനായി ചിത്രീകരിക്കുന്നതും കണ്ടപ്പോഴാണ് ജനം വോട്ട് ചെയ്തത്. അപ്പൊ അവിടെ ആർക്കാണ് വീഴ്ച? ജില്ലാ സെക്രട്ടറിക്കാണ് വീഴ്ച. ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടപ്പോൾ അത് പരിശോധിക്കാനും അങ്ങനെ ഒരു നടപടി ഉണ്ടെങ്കിൽ അത് തിരുത്തൽ വരുത്താൻ അന്ന് ശ്രമിച്ചില്ല. പകരം ഇത് മൂടി വെക്കാനാണ് ശ്രമിച്ചത്. ഈ തട്ടിപ്പിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കും. കാരണം ഈ തട്ടിപ്പിനകത്ത് കണ്ണൂർ ജില്ലയിൽ ഇത്രയും CPM സമുന്നതരായ നേതാക്കൾ ഇത്രയും ഉണ്ടായിട്ടും കോടികളുടെ ഒരു രക്തസാക്ഷി തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞത് ഒരു രീതിയിൽ അന്വേഷിക്കപ്പെട്ടില്ല. പകരം അടിച്ചമർത്തി അല്ലെങ്കിൽ മൂടി വെക്കാൻ ശ്രമിച്ചു. അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നും കൂടി അറിയണം. അല്ലെങ്കിൽ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചതിൽ നിന്ന് ആർക്കൊക്കെ പങ്ക് പറ്റി എന്നും കൂടി വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു വന്നത്. പിന്നെ തളിപ്പറമ്പിൽ നോക്കാം. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടെ തളിപ്പറമ്പിൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് നിലപാടെടുത്തു. അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ആരെയാണ്? MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കീഴ്ഘടകം മുതൽ ജില്ലാ കമ്മിറ്റിയിൽ വരെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ തന്നെ ഇതിൽ എതിരഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞു. കണ്ണൂർ കമ്മിറ്റിയിൽ നിന്ന് കൃത്യമായ ഒരു തീരുമാനം അറിയിച്ച് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പാർട്ടിയുടെ നിലപാട്, പാർട്ടിയിൽ നടന്ന ചർച്ച അതേ തീവ്രതയോടെ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കായിരുന്നു? KK രാഗേഷിനായിരുന്നു. അത് KK രാഗേഷ് അത് ചെയ്തില്ല. പകരം സംസ്ഥാന നേതൃത്വം പറഞ്ഞ അങ്ങോട്ട് വീണ്ടും നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കണം എന്ന കൃത്യമായ നിലപാടെടുത്തു. ഇതുകൊണ്ട് തന്നെയാണ് ഈ നേതൃത്വം വിമർശിക്കപ്പെടുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ധർമ്മടത്ത് മുഖ്യമന്ത്രി 6 റൗണ്ട് വരെ പിന്നിൽ നിന്നത്. കാരണം CPMകാർക്ക് തന്നെ ഈ ഇവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നേതാക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള അമർഷം, ആ അമർഷമാണ് ഈ വോട്ടായി UDF പെട്ടിയിലേക്ക് എത്തിയത്. അതുമാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷം KK രാഗേഷിന്റെ ഒരു പ്രസ്താവന വളരെ വിവാദമായിരുന്നു. അതായത് മതവർഗീയവാദികൾ നിറഞ്ഞാടിയ ഒരു തിരഞ്ഞെടുപ്പ്, അതായത് ന്യൂനപക്ഷങ്ങളെ വർഗീയവാദികളാക്കിയുള്ള ഒരു പരാമർശമായിരുന്നു KK രാഗേഷിൻ്റെത്. ആ ഒരു CPM നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് KK രാഗേഷിന് തിരുത്തേണ്ടതുമായിരുന്നു. പക്ഷെ തിരുത്തിയില്ല. KK രാഗേഷിന്റെ ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയെ ഇവർ മൗനത്തോടെ അനുവദിക്കുകയായിരുന്നു.
അതും ഈ ഒരു പാർട്ടിയിൽ നിന്ന് കെ രാഗേഷിനെതിരെയുള്ള എതിർപ്പ് വരാനുള്ളതിന്റെ ഒരു കാരണമായില്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താണ്, സംഘടനാപരമായ പോരായ്മകൾ കൊണ്ടും നേതൃത്വത്തിന്റെ വീഴ്ചകൾ കൊണ്ടുമാണ് തോറ്റത്. ആ തോൽവിക്ക് എപ്പോഴും CPM-ന്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായീകരണവും ക്യാപ്സ്യൂളും ഉണ്ടാവും. ആ ന്യായീകരണമാണ് താമരത്തങ്ങെന്നും അതുപോലെ തന്നെ മതവർഗീയവാദികളെല്ലാം ഒരുമിച്ച് നിന്നു എന്നുള്ള പറയുന്നത്. അവിടെയുള്ള ഒരു ന്യൂനപക്ഷത്തിലുള്ള വിഭാഗത്തിലുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ UDF സ്ഥാനാർത്ഥികളും CPM വിമതരും ജയിക്കില്ലല്ലോ. അവിടെയുള്ള എല്ലാ ബഹുഭൂരിപക്ഷ ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഈ ഭൂരിപക്ഷത്തിൽ ഇവരെല്ലാം ജയിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കാതെ തോൽവിയുടെ ഉത്തരവാദിത്വം തന്റെ വീഴ്ച അല്ലെങ്കിൽ സംഘടനാപരമായ നേതൃത്വത്തിന്റെ വീഴ്ച ഇതെല്ലാം കൂടി ഒരു ആരോപണം എന്നുള്ള നിലയിൽ താമര താങ്ങ് കിട്ടി. അതുപോലെ തന്നെ വർഗീയവാദികളെല്ലാം ഒന്നിച്ചു. ഇത്തരം പ്രയോഗങ്ങളും പ്രചരണങ്ങളും എല്ലാം CPM കാലാകാലങ്ങളിൽ നടത്തുന്നതാണ്. ഇതുകൊണ്ട് മാത്രം ഈ തിരുത്തൽ സാധ്യമല്ല എന്ന് CPM മനസ്സിലാക്കുന്നിടത്താണ് ഇനി അതിലൊരു മാറ്റം വരാൻ പോകുന്നത്. കാരണം ഇത്രയും വലിയ തോൽവിയാണ്. കണ്ണൂരിൽ കോട്ടകൾ ഇല്ലാതായി. ഇനി CPM കോട്ട എന്ന് പറയുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. കാരണം പണ്ട് മട്ടന്നൂരിൽ 62,000 വോട്ടിനാണ് ശൈലജ ടീച്ചർ 2021 ജയിക്കുന്നത്. ഇത്തവണ VK സനോജ് എത്ര വോട്ടിനാണ് ജയിച്ചത്? അതൊക്കെ CPM-ന്റെ കോട്ടകളായി അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ജനം മാറി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഗീയവാദവും മറ്റേ വോട്ട് ഡീലും മാത്രമല്ല, കാതലായ തിരുത്തൽ തങ്ങൾക്കുള്ളിലാണ് നടത്തേണ്ടത്, തങ്ങളുടെ പാർട്ടിക്കുള്ളിലാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ നേതാക്കളുടെ പ്രവർത്തനത്തിലാണ് വരുത്തേണ്ടതെന്ന് CPM മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ഇവരിപ്പോഴും ഈ പ്രതികരണം നടത്തുന്നതിന്റെ മറുപടിയാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റേ KK രാഗേഷ് ഇപ്പോൾ പറയുന്നത് ബീഹാറിൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ്, അവിടെ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്നൊക്കെയാണ് ഈ വ്യാജ പ്രചരണം നടക്കുന്നത്, ഇതിൽ സഖാക്കൾ വീണു പോകരുതെന്നാണ്. അതിൽ പറഞ്ഞ കമന്റ് എന്താ, ഞാൻ വ്യാജ സഖാവല്ല, ഞാൻ ഇത്ര വർഷം കൊടി പിടിച്ച സഖാവാണെന്ന് പറഞ്ഞ ആൾക്കാർ ഈ അഭിപ്രായം പറയുന്നത്. അപ്പൊ ഈ ഇത്തരം അഭിപ്രായം ഉണ്ടെന്ന് മനസ്സിലാക്കുക. വിമർശിക്കപ്പെടുമ്പോൾ അത് തിരുത്തൽ വരുത്താതെ അതിൽ വേറെ ന്യായീകരണങ്ങൾ കണ്ടെത്താനും ഏതെങ്കിലും പറയുന്ന ഒരു വിഭാഗത്തിന്റെ തലയിലേക്ക് അത് അടിച്ചേൽപ്പിക്കാനും നിന്ന് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും തോറ്റ് ബംഗാളിലെ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഈ KK രാഗേഷ് ഈ പാർട്ടിയെ കുറിച്ച് അറിയുന്ന സമയത്ത് കൊടി പിടിച്ച ഒരു സഖാവാണ് ഇപ്പോൾ ഈ പാനൂരിലെ മുതിർന്ന CPM നേതാവായ ബാലൻ. അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തെ അനുശോചിച്ച് അല്ലെങ്കിൽ അഭിവാദ്യം അർപ്പിച്ച് ജസ്റ്റ് ഒരു കുറിപ്പ് മാത്രം, അതായത് ഒരു വരിയിൽ തീർത്തു അദ്ദേഹത്തോടുള്ള ഒരു വിയോഗം, അല്ലെങ്കിൽ പാർട്ടിയുടെ ആയിട്ടുള്ള ഒരു അഭിവാദ്യം ആ ഒരു ഒറ്റൊരു വരിയിൽ തീർത്തു. അതായത് ഇപ്പോൾ ഈ കൂടെയുള്ള സഹാക്കളെ അല്ലെങ്കിൽ മുതിർന്ന സഹാക്കളെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നതിൽ ഈ KK രാഗേഷിന് വന്ന ഒരു വീഴ്ചയും ഈ ഒരു വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. അല്ല, ഈ KK രാഗേഷ് എങ്ങനെയാണ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയത്? KK രാഗേഷിനേക്കാൾ സീനിയർ ആയിട്ടുള്ള നിരവധി നേതാക്കൾ അവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തൻ, അതുവരെ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KK രാഗേഷിനെ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൻ്റെ ഒരു വിശ്വസ്തൻ വേണം, അവിടെ തൻ്റെ ഒരു വിശ്വസ്തനാണ് ഇരിക്കേണ്ടത് എന്നുള്ള പിണറായിയുടെ തീരുമാനത്തിന്റെ പ്രകാരമാണ് KK രാഗേഷ് അവിടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് എത്തിയത്. അല്ലാതെ KK രാഗേഷിനേക്കാൾ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പ് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന TV രാജേഷ് അടക്കം നിരവധി നേതാക്കൾ അവിടെ ഉണ്ട്. ഇവരെ ആരെയും പരിഗണിക്കാത്ത എന്തുകൊണ്ടാണ്? ഈ പിണറായി വിജയന്റെ വിശ്വസ്തൻ അവിടെ ഇരിക്കണം എന്ന തീരുമാനം വന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഖാക്കളുടെ ഇടയിൽ സ്വാഭാവികമായി KK രാഗേഷിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുതിർന്ന സഖാക്കളെ ബഹുമാനിക്കുക, പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ആ സഖാക്കളെ എല്ലാം വിശ്വാസത്തിലെടുത്ത് ഒപ്പം നിൽക്കുന്ന സഖാക്കളെയും മുന്നിൽ പ്രവർത്തിച്ച സഖാക്കളെയും വിശ്വാസത്തിലെടുത്താണ് ഒരു ജില്ലാ സെക്രട്ടറി പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ വിമർശനങ്ങളൊന്നും വരില്ലല്ലോ. അപ്പൊ പാർട്ടിക്കാരെയും മുന്നിലെയും പിന്നിലെയും ഉള്ള സീനിയർ ജൂനിയർ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഒരു മുതിർന്ന സഖാവ് മരിച്ചപ്പോൾ ഒരു വരി മാത്രം എഴുതാൻ കഴിയുന്നതും അതിന്റെ താഴെ പിന്നിലൂടെ പറഞ്ഞ ജൂനിയർ സഖാക്കളെല്ലാം അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നത്. ഇത് KK രാഗേഷ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഈ സർക്കാർ സർവീസിൽ മാത്രമല്ല പാർട്ടിയിലും ഈ പിൻവാതിൽ നിയമനം ഉണ്ടെന്ന് ഒരു തെളിയിക്കുന്ന ഒരു നിയമനമാണ് ഈ ഒരു KK രാഗേഷിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം. അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോഴേ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു തീരുമാനം വന്നു. അപ്പൊ സ്വാഭാവികമായി അവിടെ സീനിയറായ ഇഷ്ടം പോലെ ഉണ്ട്. P ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ MV ജയരാജൻ ഇലക്ഷന് പോയ സമയത്ത് മത്സരിക്കുന്ന സമയത്ത് അവിടെ ചുമതല വഹിച്ചത് TV രാജേഷ് ആയിരുന്നു. TV രാജേഷ് MLA അല്ല, ഇപ്പൊ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനവും പാർട്ടി പ്രവർത്തനമായിട്ടുണ്ട്. അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അതുപോലെ തന്നെ ഈ TK ഗോവിന്ദൻ തന്നെ എത്ര സീനിയർ നേതാവാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി തന്നെ എത്ര വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ്, അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അങ്ങനെ നിരവധി നേതാക്കളുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയിലുള്ള നിരവധി നേതാക്കളെ എല്ലാം തകർന്ന് വർഷങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഡൽഹിയിലും തിരുവനന്തപുരത്തുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KK രാഗേഷിനെ അവിടെ ആ കസേരയിട്ടിരുത്തുകയാണ്. കാരണം അതിനകത്തുള്ള യോഗ്യത എന്താണ്? പിണറായി വിജയന്റെ വിശ്വസ്തൻ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആൾ, ആ വിശ്വസ്തനെ അവിടെ കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. എനിക്ക് മേളിൽ കണ്ണൂർ
ഒരു ചർച്ചയും നടക്കരുത്, ഒരു തീരുമാനം ഉണ്ടാകരുതെന്നുള്ള പിണറായി വിജയന്റെ താല്പര്യത്തെ പ്രകാരം നിയമിതനായതാണ് കെ കെ രാഗേഷ്. എങ്കിലും ആ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരെ ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനെതിരെ വിമർശനം ഉയർന്നു. അല്ല, സഖാക്കൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം തകർച്ചയിലാണ് പാർട്ടി പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ നേതാക്കൾ ഇപ്പോൾ ഈ അധികാരത്തിന്റെയൊക്കെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് അവരിതൊന്നും കാണുന്നില്ലെങ്കിലും അണികൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ബംഗാളിലെ ഭരണം പോയ ശേഷം CPM-കാരെ വേട്ടയാടപ്പെട്ടതെന്ന്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസ് പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ബംഗാളിലെ അവസ്ഥ എന്താ എന്നൊക്കെ ഈ സഖാക്കളും അണികളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് നിങ്ങളൊന്ന് തിരുത്തൂ, ഇതല്ല രീതി, ഈ രീതിയിലെങ്കിലും തിരുത്താനാണ് അവർ ആവശ്യപ്പെടുന്നത്. അതൊരു പാർട്ടിയോടുള്ള അവിടുത്തെ ആ പാർട്ടിയെ വിശ്വസിക്കുന്നവരുടെ ഒരു കൂറ് കാണിക്കലാണ്. അതിനെ ഒരു ബീഹാറിലെ നമ്പർ, ആസാമിലെ നമ്പർ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളാനാണെങ്കിൽ വലിയ താമസമില്ല, വീട്ടിൽ ഇരിക്കാം. ഇപ്പൊ ഇരിക്കുന്നതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് പാർട്ടി പോവുകയും ചെയ്യും.